സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോരും മുറുകിയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ, മറ്റുള്ള ഗവൺമെന്റ് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേലും കാണിക്കുന്ന അതിക്രമമൊന്നും ഗവർണറുടെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിൽ നടക്കില്ല എന്നുള്ളതല്ലേ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്? അതല്ല എനിക്ക് ബോധ്യമായിരിക്കുന്ന കാര്യം രഞ്ജിനി. നമ്മൾ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഇത് പോട്ടെ, ഇതൊന്നും വേണ്ട. എവിടെങ്കിലും ചൈനയിൽ പോയാണ്, അല്ലെങ്കിൽ ഉക്രൈനിൽ പോയി, ജോർജിയയിൽ പോയി, റഷ്യയിൽ പോയി, എങ്ങും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കാതെ ഒരാളിങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നുണ്ട്. ഇപ്പോൾ മേശയും വെച്ച് കസേരയും വെച്ച് ഡോക്ടർ എന്നും പറഞ്ഞ് ചികിത്സ നടത്തിയ അയാളെ നമ്മൾ എന്തുവാ വിളിക്കുക? എന്ത് വിളിക്കും? വ്യാജ ഡോക്ടർ. സംശയമില്ലല്ലോ, വ്യാജ ഡോക്ടർ. അയാൾ കിട്ടുന്ന ശിക്ഷ എന്താണ്? അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും, അഴിയണം, അതല്ലേ? വാസ്തവത്തിൽ ഈ KS അനിൽകുമാർ എന്ന് പറയുന്ന ഈ വ്യാജ രജിസ്ട്രാർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇതാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളിൽ കൂടി അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്നിട്ട് രജിസ്ട്രാറാണെന്നും പറഞ്ഞ് അതിനകത്ത് കയറി, രജിസ്ട്രാറാണെന്നും പറഞ്ഞ് അതിനകത്ത് കയറി. അവിടെ സിസ തോമസ് ആയിരുന്നു VC. അവർ ദുർബലയായ വ്യക്തിയായിരുന്നു. സിൻഡിക്കേറ്റിനെ കൊണ്ടൊരു യോഗം വിളിപ്പിച്ചു. അതിൽ അജണ്ടയിലില്ലാത്ത രജിസ്ട്രാറെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരു നടപടി അങ്ങ് നടന്നു. എങ്ങനെ? കുറേ സിൻഡിക്കേറ്റ് അംഗങ്ങളും കുറേ SFI പ്രവർത്തകരും അങ്ങോട്ട് അങ്ങ് തീരുമാനമെടുത്തു. എന്നാൽ പിന്നെ ഇയാൾക്ക് ഈ ലീവ്, സസ്പെൻഷനിലിരിക്കുന്ന വ്യക്തി ലീവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രോഡാണ്. സസ്പെൻഷനിലിരിക്കുന്ന ആൾ നിത്യ ലീവിലാണ്. പിന്നെ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അയാളെ തിരിച്ചെടുത്തിട്ടില്ല. തിരിച്ചെടുത്ത നടപടി VC അംഗീകരിക്കുന്നില്ല. അപ്പം നാണക്കെട്ട നാറി, ആ സർവകലാശാല നാറി. ഈ രാജകീയ കലാലയം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ മാതൃകലാലയവും സർവകലാശാലയും മാതൃ സർവകലാശാല, മാതൃകാ സർവകലാശാല. കേരള യൂണിവേഴ്സിറ്റിയുടെ ഇതെടുത്ത എത്രത്തെ സീറ്റിന്റെ ഇതെടുത്ത കൃത്യമായ വിവരം എനിക്കറിയില്ല. ഒരു 30,000-40,000 ഉള്ളിടത്ത് പകുതി പോലും ഇല്ല. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും മറ്റുള്ള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലാണ് പോക്ക്. അതായത് SFI പ്രവർത്തകർ കുറച്ച് കുട്ടികൾ മാത്രമുണ്ട്. അവരെ ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ ഗുണ്ടകളാക്കി വിട്ടേക്കുവാണ്. ഗുണ്ടകളാക്കി. ഇവർ പഠിക്കൂ? ഇല്ല. ഇവർ രാഷ്ട്രീയമൊന്നും പറഞ്ഞു. ഇനി ബാക്കി പഠിക്കാൻ വരുന്ന സാധാരണ ഈ വിദേശത്തൊന്നും പോകാൻ പറ്റാത്ത ഇനി പോട്ട് സാർ പഠിക്കണമെന്ന് പറഞ്ഞ് വേറെ നിർവാഹമില്ലാതെ വിദേശത്തൊക്കെ പോയി പഠിപ്പിക്കുന്ന കുട്ടികൾ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഡൽഹി ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ കിം പരീക്ഷയുടെ കിം ഫലം, അതിനകത്ത് ഒരു SFIക്കാരൻ ഇന്നുവരെ ഒരു സ്റ്റുഡൻസിന്റെ ഇതാണെന്നോ സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? പോട്ട് ഈ പറയുന്നത് പോലെ സാധാരണ കുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്തും കൂടെ പറയും, നിങ്ങൾ SFI ഈ SFI അല്ലാത്ത കുട്ടികളെ അവിടെ പഠിപ്പിക്കത്തില്ല. അത്രയ്ക്ക് ഗുണ്ടായിസാണ് ഈ സർവകലാശാലകളിൽ. നമ്മൾ കണ്ടതാണ്. ഇന്നലെ മെനിങ്ങാന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ ചെന്നാൽ കൊല്ലും. അതാണ് പരിപാടി. അന്നൊക്കെ SFI ആയിരുന്നു, അതുകൊണ്ട് പറഞ്ഞത് ആണോ? അപ്പൊ എല്ലാ പാർട്ടിയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞ ഒരു വിശേഷമല്ല. ഈ പഠിക്കുന്ന കുട്ടികൾ മര്യാദയ്ക്ക് പഠിച്ചവർ ഈ കൊടിയും പിടിച്ച് നടക്കുന്ന ഒറ്റ വരണം ജീവിതത്തിൽ ജയിച്ച ചരിത്രമുണ്ടോ? ഈ കൊടിയും പിടിച്ച് രാഷ്ട്രീയ മേഖലയിൽ കുറച്ച് വാക്ചാതുര്യമൊക്കെ ഉണ്ട്, കഴിവുണ്ട്. ഒരുത്തനെ വെട്ടി മറ്റൊരുത്തൻ്റെ മുകളിലേക്ക് ചാടിക്കയറാൻ കഴിവുള്ളവനാണെങ്കിൽ ചിലപ്പോൾ മന്ത്രിയോ അല്ലെങ്കിൽ നല്ല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലിരിക്കും. അല്ലാത്ത ഏതെങ്കിലും സാധാരണ വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ഏതെങ്കിലും മക്കളുമാർ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജയിച്ചോ? വല്ല ഓട്ടോയോ പെയിന്റ് പണിക്കോ ഒക്കെ ആയിട്ട് അല്ലല്ല. ഇപ്പൊ കിഫ്ബിയില് നല്ല പൊസിഷൻ, നല്ല ഇതിനേക്കാൾ നല്ല കസേരയിട്ട് അവർ ഇരിക്കുന്നുണ്ട് കിഫ്ബിയില്. അതുപോലെ റാങ്ക് ലിസ്റ്റിൽ കയറി അടുത്ത പറഞ്ഞാകുമ്പോൾ അവർ കിഫ്ബിക്ക് വേറെ ആയിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ പല സ്ഥാപനം കുറെ പേര് പേഴ്സണൽ സ്റ്റാഫായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് മെഡിക്കൽ കോളേജിലൊക്കെ സംഭവിച്ച കാര്യം. ഈ പേഴ്സണൽ സ്റ്റാഫാണ്. ഇതിലേക്ക് വരുമ്പോ അതെ രഞ്ജനി, സമ്പർക്കദോഷം എന്നും പറഞ്ഞൊരെണ്ണം കേട്ടിട്ടുണ്ടോ? സമ്പർക്കദോഷം ഇത് തന്നെ ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ AKG സെൻറ്റർ ഇതും കൂടെ ഒരൊറ്റ വളപ്പില്ല. ആ AKG സെൻറ്ററിൻ്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം ഗോവിന്ദമാഷ് അവിടെ നിന്ന് ഗീജയെ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അതിനകത്തോട്ട് കയറി അതെ ആ തറവാട്ട് സ്വത്തായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് കേരള സർവകലാശാല. അവിടെ VC ആരെന്ന് ഇവർ തീരുമാനിക്കും, രജിസ്ട്രാർ ആരെന്ന് ഇവർ തീരുമാനിക്കും, സിൻഡിക്കേറ്റിലാരെന്ന് ഇവർ തീരുമാനിക്കും. ഇങ്ങനൊരു അന്ന് പറഞ്ഞാൽ ഈ മദ്രസകൾ എങ്ങനെയാണോ സമസ്തയ്ക്ക്, അതുപോലെയാണ് CPM-ന് കേരള സർവകലാശാല. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതാണ് ഒരു വിവരവും ഇല്ലാത്ത കുറേ മന്ത്രിമാർ കിടന്നുകൊണ്ട് വൈസ് ചാൻസലർക്കെതിരെ, ചാൻസലർക്കെതിരെ ഒക്കെ കിടന്ന്
വളരെ മോശമായ ഭാഷയിൽ ശിവൻകുട്ടി അത് AKG സെന്ററിൽ നിന്ന് ഒന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരാം, അതിന് തന്നെ അകമ്പടിയായിട്ടാ വന്നേ. അതിൻ്റെ ബലത്തിലാണ് SFIക്കാർ അവിടെ കവാടങ്ങൾ തകർത്തത്. ബാബറി മസ്ജിദ് തകർത്തതുപോലെ തന്നെ ബാബറി മസ്ജിദ് ഒരു തരത്തിലുള്ള നിസ്കാരവും നടക്കുക വെറുതെ ഇട്ടിരുന്നവർ. ഇവിടെ പഠനം നടക്കുന്നവരാ ആരൊക്കെയാ? ONV കുറുപ്പ് സാറ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി സാറ്, M കൃഷ്ണൻ നായർ സാറ്, ഗോപാലപിള്ള സാറ്, എത്ര പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ കയറി ഇറങ്ങിയ ഒരു സ്ഥലമാണത് അല്ലേ? ആ മഹാഗണി വൃക്ഷം മുറിക്കാൻ പോയപ്പോൾ അത് തൻ്റെ ഹൃദയത്തെ മുറിക്കുന്നതാണ് അതിലും നല്ലതെന്ന് പറഞ്ഞ ONV കുറുപ്പ് സാറ് പഠിപ്പിച്ച കലാലയം, രാജകീയ കലാലയം, വിദ്യാപീഠം, അവിടമാണ് കുറെ SFI കുട്ടിക്കൊരങ്ങന്മാർ വന്ന് കുട്ടിച്ചോറാക്കി. അല്ല, പോലീസ് കയറ്റി വിടുകയാണ് ചെയ്തത്. പോലീസ് കൈ കെട്ടി നിന്നുകൊണ്ട് അവരെ കയറ്റി വിടുക. പ്രധാന കവാടം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത്. അപ്പൊ ഈ SFI പ്രവർത്തനം നശിപ്പിക്കുന്ന നശീകരണമല്ല. അല്ല, പന്തം കണ്ട പെരിച്ചഴിയപ്പോൾ ഇങ്ങനെ അവർ ഗേറ്റ് തുറക്കുന്ന ഇങ്ങനെ കണ്ടുവയ്ക്കാൻ പോലീസുകാർ ഹെൽമെറ്റ് വിട്ടുകൊണ്ട് എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തി? ഇവിടെ KSU BJP ABVP പ്രവർത്തകർ കഴിഞ്ഞ ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് ഘോര യുദ്ധമാണ് നടന്നത്. പക്ഷെ ഒറ്റ ബാരിക്കേഡ് തകർക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്തുകൊണ്ടാവും? നമ്മുടെ പോലീസ് തന്നെ അത്രയ്ക്ക് ധൈര്യവും അത്രയ്ക്ക് പവർഫുള്ളും ആണ്. പക്ഷെ അത് എന്തുകൊണ്ട് ഈ SFIയുടെ മുമ്പിൽ മാത്രം കാണിക്കുന്നില്ല, എന്നുള്ളത് നമുക്കറിയാം. അത് പോട്ട് AKG സെന്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവിടെ മര്യാദയ്ക്ക് എന്നോണം, ഒറ്റ ഒരെണ്ണം അനങ്ങി പോരാ. ഞാൻ കാസർഗോട്ടേക്ക് കേറിയിട്ട് എന്തായി? കവാടങ്ങളെല്ലാം ഇങ്ങനെ വിശാലമായിട്ട് തുറന്നു വെച്ചു പൊതുജനമധ്യത്തിൽ. അല്ല, ഇതിപ്പം പറയുന്നത് പോലെ ഡോക്ടർ K സനിൽകുമാർ വലിയ കാര്യത്തിൽ വന്നു. ഇനി വന്നെത്തിയാല് ഈ ലംഘിച്ചാൽ അതിക്രമിച്ച് കടന്നു എന്നുള്ള ഒരു നടപടി എടുക്കുമെന്നാണ് ഇപ്പൊ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മെടുക്കാൻ വൈസ് ചാൻസലർ എന്ന് ഞാൻ പറയുന്നത്, നല്ല മെടുക്കാൻ തന്റെ ഇടമുള്ള വൈസ് ചാൻസലർ കടന്ന് ഇതിനാ പരിസരത്തേക്ക് കടക്കാൻ ലീവിന് അപ്ലൈ ചെയ്തേക്കും. സത്യം പറഞ്ഞാൽ ഇയാൾക്ക് അതിന് യോഗ്യതയില്ല, അതിനകത്ത് കടക്കാൻ യോഗ്യതയില്ല. ഏതോ എയ്ഡഡ് കോളേജിൽ ഇങ്ങനെ പിന്നെ അവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ടിരുന്ന പൈസ കൊടുത്ത് അധികാരത്തിൽ കയറിയ ആളാണ്. ഇയാൾക്ക് എന്ത് മെറിറ്റാണുള്ളത്? അവിടെ എന്നിട്ട് രജിസ്റ്ററായിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ വിവരക്കേടുകളൊക്കെ ഇത് കാണിക്കുന്നത്. സസ്പെൻഷനിൽ അയാൾ ലീവിന് അപേക്ഷിക്കുക VCയോട്. ഞാനെന്തിനാ ലീവ് വരുന്നത്? നിങ്ങൾക്ക് ആൾറെഡി ലീവ് തന്നല്ലോ. ഇയാളുടെ വിചാരം സിൻഡിക്കേറ്റിന് ആരോ കുറേ പേര്, എന്നാൽ പിന്നെ സിൻഡിക്കേറ്റിലൂടെ ലീവിന് അപേക്ഷിച്ചാൽ പോരായിരുന്നു ഇയാൾക്ക്? ഇന്ന് VCയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. അയാളുടെ സംഘപരിവാറല്ലേ? സംഘപരിവാറിനോട് ആവശ്യപ്പെടരുത്. നിങ്ങളുടെ AKG സെൻറ്ററിൽ ലീവ് ആവശ്യപ്പെട്ടാൽ പോരെ? അവരപ്പം തന്നെ അത് കൊടുത്തേനെ. അല്ലെങ്കിൽ SFI പിള്ളേരോട് ആവശ്യപ്പെടൂ. നിങ്ങളെന്തിനാ ഈ പരിസരത്ത് കയറാൻ പാടില്ല നമുക്ക്. ഇന്ന് മാത്രമല്ല, SFI പിള്ളേർ കാട്ടിക്കൂട്ടിയ ഡാമേജസിന് അവരോട് തന്നെ വാങ്ങിക്കും. അതിനുള്ള ഏർപ്പാട്. ഇന്നിപ്പോൾ SFI വിദ്യാഭ്യാസ ബന്ധം ആഹ്വാനം ചെയ്തിരിക്കുക സാർ. അതിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. SFI വിദ്യാഭ്യാസ എല്ലാ ICSE CBSE എല്ലാ സ്കൂളുകളും ഇന്ന് തുറന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ സ്കൂളുകൾക്ക് മാത്രമാണ് ബന്ദ് വന്നിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികളുടെ സ്കൂളുകൾക്ക് മാത്രമാണ് ഈ വിദ്യാഭ്യാസ ബന്ദ് വരുന്നത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ മര്യാദയ്ക്ക് അവരുടെ ബസ്സും വരും, അവർ പോയിരുന്ന് പഠിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ബന്ധുക്കൾക്ക് നഷ്ടമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ്. അവരുടെ പഠനമാണ് നഷ്ടം. സാധാരണക്കാരന്റെ മക്കൾക്കാണ് ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, SFI ബന്ദ് കൊണ്ട് ഉണ്ടാകുന്നത്. ഇന്നലത്തെ പണിമുടക്കി നടന്നതുപോലെ തന്നെ കേരളത്തിൽ മാത്രം പണിമുടക്കം, മറ്റൊരിടത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ CBSEക്ക് കുഴപ്പമില്ല, അതുപോലെ ICSE സ്കൂളുകൾക്ക് കുഴപ്പമില്ല, എയ്ഡഡ് സ്കൂളുകൾക്ക് കുഴപ്പമില്ല, പ്രൈവറ്റ് സ്കൂളുകൾക്കും കുഴപ്പമില്ല. ഗവൺമെൻറ് സ്കൂളുകൾ മാത്രം ഇവരങ്ങ് കൈയടക്കിക്കൊണ്ട് അവിടെ നശിപ്പിച്ച് നാറാണക്ക. മറ്റേ പിള്ളേർ നല്ലപോലെ പഠിച്ച IAS ഒക്കെ ആയിട്ട് പോകുമ്പോൾ വിദേശത്ത് പോകും. അവർ വിദേശത്ത് പോയി പഠിക്കും, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കും. പക്ഷെ ഇവിടെ എത്രയുണ്ട്? നമ്മളുടെ ഈ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം എടുക്കുമ്പോൾ അറിയാം. ഓരോ കോളേജുകളിൽ എത്ര ഇത്തവണത്തെ പ്രവേശനം എത്ര കുട്ടികൾ വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കുമ്പോൾ പറയും 3-4 ഒക്കെ സാർ മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. നമ്മൾ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ. ഈ 3-4 കുട്ടികളൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കയറി വരുന്നത്. അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് ഈ SFI പ്രവർത്തനം നമുക്കറിയാം. +2 ജസ്റ്റ് പാസ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ വലിയ ഇതില്ലാത്തവ കുട്ടികളെല്ലാം യുവമാരുടെ ഗുണ്ടകളായിട്ട് ഈ കോളേജുകളിൽ വരുവാണ്. എന്നാൽ മികവുറ്റ വിദ്യാഭ്യാസം ഇനിയെങ്കിലും ഞങ്ങൾക്ക് നേടി കൊടിയെടുത്ത് മാറ്റി വെച്ച് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം എന്നുള്ള ഒരു രീതിയല്ല. പഠിക്കുന്ന കുട്ടികളെയും കൂടെ എന്താ പറയുന്നത്, ഇത്തരത്തിൽ അവരെയും കൂടെ വലയ്ക്കുന്ന തരത്തിൽ ബന്ധും മറ്റു കാര്യങ്ങളിലും ഒക്കെ അവരെയും കൂടെ പിടിച്ചു നിർത്തി ആ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടെ. പക്ഷെ ഇതിൽ ഞാൻ ഈ രാഷ്ട്രീയക്കാരെ ഞാൻ കുറ്റം പറയും, വീട്ടിലുള്ള മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയും. വിടരുത്.
നമ്മുടെ കുടുംബത്തിലുള്ള പേരൻസ് വിടുന്നതുകൊണ്ടല്ലേ ഈ കുട്ടികൾ ഇത്തരത്തിലാവുന്നത്. വിടരുത്, വീട്ടിൽ ഇരിക്കാൻ പറയണം, പഠിക്കേണ്ടെന്ന് പറയണം. ഇതിലും ഗുണ്ടയായിട്ട് കാണുന്നതിനേക്കാളും ഭേദമല്ലേ വീട്ടിൽ ഇരുന്ന്. നമ്മുടെ വിദേശ രാജ്യങ്ങൾ എന്താണ്, അവിടെ പകുതി സമയം ജോലിയും പകുതി സമയം പഠനമാണ്. അവിടെ പോയി എന്തൊക്കെ ജോലിയാണ് നമ്മുടെ ഈ കൊച്ചു കുട്ടികൾ ചെയ്യുന്നത്? അവര് പെട്രോൾ പമ്പിൽ നിൽക്കും, കാറ്ററിങ്ങിന് നിൽക്കും, അല്ലെങ്കിൽ ക്ലീനിങ്ങിന് നിൽക്കും, വേസ്റ്റ് എടുക്കാൻ നിൽക്കും, നിൽക്കും. ഇതൊക്കെ നിന്നുകൊണ്ടാണ് അവർ ആ പഠന ചെലവ് മുമ്പോട്ട് വയ്ക്കും. അതുപോലെ പാർട്ട് ടൈം പോയി ജോലി ചെയ്യാൻ പറയണം വീട്ടുകാരെ. ഈ കൊടിയെടുക്കുന്നതിനേക്കാളും നല്ല ഈ കഴിച്ച് വീട്ടുകാർ കൊടുക്കുന്ന എല്ലാം കൊടുത്ത് സുഖസമൃദ്ധമായിട്ട് കൊടുത്ത് ഉണ്ടല്ലേ ഈ കൊടി പിടിക്കാനുള്ള ആരോഗ്യം കിട്ടുന്നു. കൊടി പിടിക്കാതെ പോയി വല്ല ആഹാരം വെച്ച് ആഹാരത്തിനോട് വകയുണ്ടാക്കി സ്വന്തമായിട്ട് പഠിക്കാൻ പറയണം. എന്നാലേ പിള്ളേർക്ക് ഉത്തരവാദിത്തം വരും. ഇങ്ങനെയുള്ള പിള്ളേർക്ക്, അല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സാഹചര്യം ഇതിനുണ്ടാക്കിക്കൂടെ. എന്തായാലും ഈ സർക്കാർ മൂലം എന്താ പറയുക, കുറെ ഗുണ്ടകളെയാണ് പഠിച്ചുയർത്തി വിടുന്നത്. അതെ, തീർച്ചയായിട്ടും AKG സെൻറ്ററും ഇതും തമ്മിലുള്ള സമ്പർക്കം. AKG സെൻറ്ററിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഇത് അതപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രഞ്ജിനിയോടുള്ള ഒരു അഭ്യർത്ഥന, സ്റ്റാച്യൂലോട്ടൊന്നും പോകരുത്. ഇപ്പോൾ ഇത് ആളറിഞ്ഞ് ചിലപ്പോൾ ആക്രമാസക്തരായി കളയും. അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ ആളുകൾക്ക് പേടിയാണ്. അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് തുടർന്ന് സാംസ്കാരിക നായകന്മാരെവിടെ, അവരൊക്കെ പഠിച്ചിറങ്ങിയ, അവരെ പഠിപ്പിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നു ഒരാൾക്കെങ്കിലും സഹിക്കുമോ? നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമോ? അതുപോലെ കരുതേണ്ട ഒരു സ്ഥാപനമല്ലേ ഇത്? എന്നിട്ട് സാംസ്കാരിക നായകന്മാർ പറയുന്നത് ഒന്നും ഞാൻ പറയുന്നില്ല. നമസ്കാരം.